എറണാകുളം DD റിട്രീറ്റിൽ ഇറങ്ങിയേറിയ ഒരു ബ്രൈഡൽ മേക്ക് ഓവർ ഷോ. അതിൽ കുറച്ച് കുട്ടികൾ തരംഗമായി മാറി. ആ കുട്ടികൾ വരുന്നത് ആദിവാസി ഉന്നതികളിൽ നിന്നാണ്. ആ കൗമാരക്കാരുടെ ചൂടുവയ്പ് എല്ലാവരെക്കാളും മുന്നിലുണ്ട് ഞങ്ങളും എന്ന് പറയുന്നതാണ്. പാലക്കാട് അട്ടപ്പാടി ആദിവാസി ഉന്നതികളിലെ 13 കുട്ടികളാണ് റാമ്പിൽ വ്യത്യസ്ത വേഷവിധാനങ്ങളോടെ തിളങ്ങിയത്. വിനീത, രേവതി, ശരണ്യ, അനുഷ, വിജയലക്ഷ്മി, രമ്യ, പ്രദീപ്, അമൃത, അഭിനേഷ്. അട്ടപ്പാടി ചിണ്ടക്കി വീരന്നൂർ ഉന്നതിയിലെ കൗമാരക്കാരാണെല്ലാവരും. റാമ്പിൽ പുതിയ താളം തീർക്കുകയാണിവർ. ഫാഷൻ ലോകത്ത് ഇതൊരു വിപ്ലവമാണ്. ഇവർ 13 പേരുമെത്തിയപ്പോൾ പഴയ ഫാഷൻ സങ്കല്പങ്ങൾ മാറി നിന്നു. ചലച്ചിത്ര താരം ഷാനവാസും കുട്ടികൾക്കൊപ്പം റാമ്പിലെത്തി. മിസ് യൂണിവേഴ്സ് ജേതാവ് ഹിന എൽസയുടെ നേതൃത്വത്തിൽ കൊറിയോഗ്രാഫർ സജൻ ഡോണ ദേവസി നൽകിയ 5 മാസം നീണ്ട പരിശീലനമാണ് ഇവിടെ ചുവടുവയ്പായി മാറിയത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. എല്ലാം നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് കയ്യെത്തിപ്പിടിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് എല്ലാം. അതിലേക്കുള്ള ഒരു യാത്ര നമ്മൾ നടത്തണം എന്നത് മാത്രമാണ്. അങ്ങനെ ആ യാത്ര നടത്താൻ ആ കുട്ടികൾ തയ്യാറായപ്പോൾ അവർക്ക് അപരിചിതമായിരുന്ന ഒരു ലോകം അവർ കൂടി സ്വന്തമായി മാറുകയാണ്. അപ്പോൾ ഗൂഗിൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയും. ഗൂഗിൾ അവർ കൂടുതൽ മിടുക്കോടുകൂടി കൂടുതൽ പ്രഭയോടുകൂടി കൂടുതൽ വേദികളിലേക്ക് എത്തട്ടെ. ഒരുപക്ഷെ ഈ മോഡലിംഗ് അല്ലെങ്കിൽ ഫാഷൻ ലോകത്ത് നിന്ന് മറ്റ് സിനിമയുടെയോ എൻ്റർടൈൻമെൻറ്റിൻ്റെയോ ഒക്കെ പല മേഖലകൾ അവരെ കാത്തിരിക്കുന്നുണ്ടാകും. എന്തായാലും എങ്ങനെയാണ് അവർ ഇതിനു വേണ്ടി അവരുടെ ഒരു മനസ്സ് അതിന് തയ്യാറായത്, അവരെ തിരഞ്ഞെടുത്തത്, എല്ലാം എങ്ങനെയാണ്? ഇതിലേറ്റവും സന്തോഷം തോന്നുന്ന കാര്യം എന്താണെന്ന് അറിയോ, നമ്മൾ പല കുറി അട്ടപ്പാടി പോയിട്ടുണ്ട്. അപ്പോൾ അട്ടപ്പാടിയിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ ചിണ്ടക്കൂരിലാണ് ഈ 13 കുട്ടികളുള്ളത്. അവിടേക്ക് നമുക്ക് എത്തിപ്പെടാൻ എളുപ്പമാണ്. പക്ഷേ എങ്കിലും ഈ വാർത്താവിനിമയ സംവിധാനങ്ങളും ഫോണിൻ്റെ റേഞ്ചും ഒക്കെ തന്നെ വളരെ കുറവുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്നുള്ള ഈ 13 കുട്ടികളാണ് വലിയൊരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്നത്. അത് ആരൊക്കെയാണ് അതിന് നേതൃത്വം നൽകുന്നത്? ഹിനയെ പോലുള്ള മിസ് യൂണിവേഴ്സ് ആയ ആളുകളൊക്കെ തന്നെ കൊറിയോഗ്രാഫി ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ഒരു ഷോയിലാണ് ഇവർ പങ്കെടുക്കുന്നതും അവർ ചൂട് വയ്ക്കുന്നതൊക്കെ തന്നെ. അതൊരു ഫാഷൻ ലോകത്തൊരു വിപ്ലവം തന്നെയാണ്. കാരണം സാധാരണ രീതിയിൽ എന്താണ് ഫാഷൻ എന്നുള്ളതിനൊക്കെ തന്നെ ഒരു വ്യവസ്ഥാപിതമായ പല കാഴ്ചപ്പാടുകളുണ്ട്. അതിനൊക്കെ തന്നെ മാറ്റി എഴുതുകയാണ് ഈ കുട്ടികൾക്ക് ഫാഷൻ ലോകത്ത് അവർക്ക് ഒരു പക്ഷേ ഒരു പുതിയ അനുഭവമായിരിക്കാം. പലപ്പോഴും ഈ ഏറ്റവും കൂടുതൽ പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുന്നതും ഏറ്റവും കൂടുതൽ സിറ്റിയിൽ താമസിക്കുന്നവരൊക്കെയാണ് ഫാഷൻ കൂടുതലായി ഉപയോഗിക്കുന്നത്. അവർ ചെയ്യുന്നതാണ് ഫാഷൻ. അങ്ങനെ ഒരു പൊതുധാരണ ഉണ്ട്. ആ പൊതുധാരണയൊക്കെ തന്നെ പൊളിച്ചെഴുതുകയാണ് ഈ 13 കുട്ടികൾ. അവർ വലിയൊരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കാരണം ഫാഷൻ ലോകത്ത് അവർ വരുമ്പോൾ മറ്റുള്ളവർ ചൂടുമാറേണ്ട സ്ഥിതി വരും എന്നുള്ളത് തന്നെയാണ് ആ കുട്ടികൾ കാണിക്കുന്നത്. ആ കുട്ടികളുടെ ആ വാക്കൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസത്തോടെയുള്ള അവരുടെ ഫാഷൻ വാക്കൊക്കെ തന്നെ വളരെയധികം സന്തോഷം നൽകുന്നതാണ്.